പെൺകുട്ടിയുടെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ 14 വയസ്സുകാരി വിദ്യാർത്ഥിനിയുടെ മരണം. ഇത് സംഭവിച്ചത് ബ്രിട്ടനിലാണെങ്കിലും ഈ കഥ അത്ര ദൂരമൊന്നുമല്ല. അധികമൊക്കെ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതിവിടെ നടക്കാവുന്നൊരു സർവ്വസാധാരണമായ കാര്യമാണ്. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ബ്രിട്ടനിൽ കുത്തേറ്റ് 14 വയസ്സുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മരണത്തെ തുടർന്നുള്ള വാർത്തകൾ ഇപ്പോൾ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നു. മാതാപിതാക്കൾക്ക് മേൽ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ കേസ് നീങ്ങുന്നത്. ലണ്ടനിൽ സംഭവിച്ചിരിക്കുന്ന ഈ അതിദാരുണമായ കൊലപാതകത്തിന്റെ കഥ തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും ഒരേ സമയം ചിന്തിപ്പിക്കുന്നത്. മാതാപിതാക്കളെ തന്നെയാണ് ഇതിൽ കുറ്റമായി കണ്ടെത്തി ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നതും ഏറ്റവും കൂടുതൽ പേർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ്. നെഞ്ചിൽ കൊണ്ട ഒരൊറ്റ കുത്തേറ്റ് മരിച്ച സ്കൂൾ വിദ്യാർത്ഥിനി. കൊലപാതകവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കളെയാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. മാതാപിതാക്കൾ തന്നെയാണ് കൊലക്കുറ്റം ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. തെളിവുകളും അവർ കോടതിക്ക് മുൻപാകെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. കൗണ്ടി ഡുറാമിലെ ഡാർലിംഗ്ടണിലുള്ള ഒരു വീട്ടിലാണ് വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ സ്കാർലറ്റ് വിക്കേഴ്സ് എന്ന പെൺകുട്ടിയെ കുത്തേറ്റ നിലയിൽ എമർജൻസി സർവീസുകാർ കണ്ടെത്തുന്നത്. പ്രഥമ ശുശ്രൂഷകൾക്ക് തുനിഞ്ഞെങ്കിലും പെൺകുട്ടി മരണമടയുകയായിരുന്നുവെന്നാണ് പിന്നീട് വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. നെഞ്ചിൽ ഒരൊറ്റ കുത്തു മാത്രമാണ് ഏറ്റത്. അതേറ്റ് നിലയിലായിരുന്നു പെൺകുട്ടിയെ കണ്ടപാടെ എന്ന് കോടതിയിൽ തന്നെ ഇവർ മൊഴി നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തന്നെയാണ് പെൺകുട്ടിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത്. പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും തന്നെ ഒരുപോലെ ചോദ്യം ചെയ്യുകയും അവരുടെ ഇടയിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു പെൺകുട്ടിയുടെ പിതാവ് സൈമൺ വിക്കേഴ്സിനെയും മാതാവ് സാറ ഹാളിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂട്ടൺ ഐക്ലിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. തങ്ങളുടെ പേരുകൾ ജനനത്തീയതികളും സ്ഥിരീകരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇരുവരും കോടതിയിൽ സംസാരിച്ചത്. എന്നാൽ ഇരുവർക്കും വേണ്ടി ഹാജരായ അഭിഭാഷകർ പ്രോസിക്യൂഷൻ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു. ഇരുഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ട കോടതി കൊലപാതക കേസ് വിചാരണയ്ക്കെടുക്കാൻ ക്രൗൺ കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടുകയും ഇതിനെ തുടർന്ന് ഓഗസ്റ്റ് 5 വിചാരണയ്ക്കായി കേസ് ടീസൈഡ് ക്രൗൺ കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു. ജാമ്യാപേക്ഷ നൽകാമെന്ന് ഇതുവരെ ആരും കസ്റ്റഡിയിൽ തുടരുമെന്നും കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഡാർലിംഗ്ടണിലെ ഹാഫ്ടൺ അക്കാദമിയിലെ വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട സ്കാർലറ്റ്. വ്യാപകമായ സൗഹാർദ്ദങ്ങൾ സൂക്ഷിച്ചിരുന്ന സൗമ്യമായ ഒരു വിദ്യാർത്ഥിനിയാണ് സ്കാർലറ്റ്. എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടവളാണെന്നാണ് സഹപാഠികളും അധ്യാപകരും പറയുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും സ്കൂളിലെത്തി സ്കാർലറ്റ് സ്മരണയിൽ മുൻപിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. അവർ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്കും നല്ല ചിരിയുടെ ഉടമയ്ക്കും യാത്രാമൊഴി നൽകി. വളരെയധികം സങ്കടത്തോടെയായിരുന്നു കൂട്ടുകാരൊക്കെ തന്നെയും അവിടെ നിന്നത്. അവൾക്കൊരിക്കലും ഇങ്ങനൊരു ഗതി ഉണ്ടാവരുതായിരുന്നു. ആരാണത് ചെയ്തതെങ്കിലും ശിക്ഷയിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. സ്കാർലറ്റിന്റെ മരണത്തിന് കാരണമായവരെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.